നമസ്കാരം. 2009 നവംബർ മാസം 6-ാം തീയതി രാവിലെ 11 മണി. ഡോളി പതിവ് പോലെ അവിടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു അപ്പാർട്ട്മെന്റ് മുന്നിലെ ബെല്ല് അമർത്തുകയാണ്. സാധാരണഗതിയിൽ രാവിലെ 11 മണിക്ക് അങ്ങനെ ബെല്ല് അമർത്തുമ്പോൾ മഞ്ജു ദീദി അവിടെ നിൽക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് ബെല്ല് അമർത്തിയിട്ടും മഞ്ജു ദീദിയെ കണ്ടില്ലല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഡോളി ഒരിക്കൽ കൂടി ബെല്ലടിക്കുകയും അകത്തേക്ക് നോക്കി ഉറക്കെ വിളിക്കുകയും ചെയ്തു. മഞ്ജു ദീദി, മഞ്ജു ദീദി. സാധാരണഗതിയിൽ വിളി കേട്ട് മഞ്ജു ദീദി വരേണ്ടതാണ്. വാതിൽ പൂർണ്ണമായി അടഞ്ഞിട്ടില്ല, കുറച്ച് തുറന്നിരിക്കുകയാണ് വാതിൽ. 1-2 തവണ കൂടി ബെല്ലടിക്കുകയും വിളിക്കുകയും ചെയ്തിട്ടും അകത്തുനിന്ന് ഒരു തരത്തിലുമുള്ള അനക്കവും കാണാതെ വന്നപ്പോൾ ഡോളി ആ വാതിൽ പതുക്കെ ഒന്ന് തള്ളി. വാതിലങ്ങ് തുറന്നു. അകത്തേക്ക് കിടക്കുമ്പോൾ ഒരു ചെറിയ പാസേജാണ്. പാസേജിന്റെ ഇടതുവശത്തായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂം തുറന്നു കിടക്കുകയാണ്. ഡോളി ആ ബെഡ്റൂമിലേക്ക് നോക്കി. അവിടെ മഞ്ജു ഇല്ല. പക്ഷേ ആ ബെഡ്റൂമിന്റെ അവസ്ഥ ഡോളി ഒന്ന് ഭയപ്പെടുത്തി. ആ ബെഡ്റൂമിലെ സകല സാധനങ്ങളും വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ആ കാഴ്ച ചെറുതല്ലാത്ത ഒരു ഭയം ഡോളിയിൽ ഉണ്ടാക്കി. ഡോളി ഉടൻ തന്നെ തൊട്ടു മുന്നിലുള്ള കിച്ചന്റെ ഭാഗത്തേക്ക് നടന്നു. കിച്ചണും ബാത്റൂമും അടുത്തടുത്താണ്. അവിടെയും മഞ്ജുവില്ല. മഞ്ജു ദീദി നിങ്ങൾ എവിടെയാ? മഞ്ജു ദീദി നിങ്ങൾ എവിടെയാ? അങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ട് ഡോളി കിച്ചന്റെ വലതുഭാഗത്തായുള്ള ബെഡ്റൂമിലേക്ക് നോക്കി. അവിടെയും വാതിൽ തുറന്നു കിടക്കുകയാണ്. ആ ബെഡ്റൂമിലേക്ക് നോക്കിയ ഡോളി ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അറിയാതെ അവരുടെ വായിന്ന് ഭയങ്കരന്ന ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. അവർ കാണുന്നത് മഞ്ജു ദീദി തന്നെയാണ്. മഞ്ജു ദീദിയുടെ ഇടുപ്പിന് മുകളിലോട്ടുള്ള ഭാഗം കട്ടിലാണ്, ബാക്കി ഭാഗം കട്ടിലിന് താഴെയാണ്. അവര് കട്ടിൽ ചാരി കിടക്കുകയാണെന്ന് പറയാം. പക്ഷെ അവരുടെ ഡ്രസ്സ് ഏതാണ്ട് പൂർണ്ണമായും രക്തത്തിൽ കുതിർന്നിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട ഡോളി ശരിക്കും വിറച്ചു തുടങ്ങി. വിറച്ചുപോയ ഡോളി ആ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ട് മുകളിലുള്ള അവരുടെ ഫ്ലാറ്റിലേക്ക് ഓടിയെത്തി. അവർ അവിടെ എത്തുമ്പോൾ അവരുടെ ഭർത്താവ് ശേഖർ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഖറിനെ കണ്ടതും ഡോളി ഉറക്കെ ശേഖറിനെ വിളിച്ചു. ശേഖർ വാ വാ. എന്താ ഡോളി ബാധ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ശേഖറിന്റെ കൈ കയറി പിടിച്ചു. ശേഖറിന്റെ കൈയിലേക്ക് പിടിച്ച ഡോളിയുടെ ശരീരം വിറയ്ക്കുന്നത് ശേഖറിന് വ്യക്തമായി അനുഭവപ്പെട്ടു. ഡോളിയുടെ മുഖത്തെ ഭയവും ശരീരത്തിലെ വിറയലും എന്തോ അരുതാത്ത സംഭവിച്ചു എന്ന് തോന്നൽ ശേഖറിനുണ്ടാക്കി. ശേഖർ ഡോളിക്കൊപ്പം താഴെ മഞ്ജുവിന്റെ ഫ്ലാറ്റിൽ വന്നു. 70 വയസ്സോളം പ്രായമുള്ള ആളാണ് ശേഖർ. ശേഖർ ശരിക്കും ശ്രമപ്പെട്ടാണ് 2ാമത്തെ നിലയിൽ നിന്ന് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങിയത്. താഴെ ആ കാഴ്ച കണ്ട ശേഖർ ഉടൻ തന്നെ മഞ്ജുവിന്റെ മകളെ ഫോണിൽ വിളിച്ചു. മഞ്ജുവിന്റെ മകളെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഫ്ലാറ്റിലെത്താനാണ് ശേഖർ ആവശ്യപ്പെട്ടത്. അങ്കിൾ ശേഖറിന്റെ ശബ്ദം ഇടറിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മഞ്ജുവിന്റെ മകളും ശ്രദ്ധിച്ചു. എന്തുപറ്റി അങ്കിൾ എന്ന് മഞ്ജുവിന്റെ മകൾ മാലിനി ചോദിക്കുമ്പോഴേക്കും ശേഖർ മാലിനിയോട് പറഞ്ഞു, മാലിനി നീ വേഗം വാ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. അയാൾ അടുത്തതായി വിളിച്ചത് കാളിഘട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. കാളിഘട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത ഒരു ഫ്ലാറ്റിലേക്കാണ് ശേഖർ പോലീസിനെ വിളിച്ചത്. 2 കൂറ്റൻ ബിൽഡിങ്ങുകളാണ് ആ കോമ്പൗണ്ടിനകത്തുള്ളത്. 2 ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. 2 സമുച്ചയങ്ങളിലുമായി 32 ഫ്ലാറ്റുകളാണ് ഉള്ളത്. 2 സമുച്ചയങ്ങൾക്കുമായിട്ട് ഒറ്റ ഗേറ്റാണ്. മഞ്ജു ഗോശാലും അവരുടെ ഭർത്താവ് നാരായണചന്ദ്ര ഗോശാലും അവിടെ ആ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലെ 2ാമത്തെ ബിൽഡിങ്ങിലെ 1ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. നാരായണചന്ദ്ര ഗോശാലും മഞ്ജു ഗോശാലും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. 2 പേരും റിട്ടയർഡാണ്. നാരായണചന്ദ്ര ഗോശാൽ മരിച്ചിട്ട് അധികം നാളായിട്ടില്ല. അതിന്റെ അർത്ഥം മഞ്ജു ഗോശാൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നാണ്. മഞ്ജുവിന്റെ ഏക മകൾ മാലിനി ഹസ്ബൻഡ് ഒന്നിച്ച് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. വിവരമറിഞ്ഞ പോലീസ് അതിവേഗം സ്ഥലത്തെത്തി. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ആ 32 ഫ്ളാറ്റുകളിലെയും ആളുകൾ വിവരം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൻ ആൾക്കൂട്ടം രൂപം കൊണ്ടിരിക്കുകയാണ്. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നത് കൊണ്ട് തന്നെ അടുത്തുള്ള ഫ്ളാറ്റുകളിലെ ആളുകളൊക്കെ ആ വാതിൽ വഴി അകത്തേക്ക് കയറുകയും മഞ്ജുവിന്റെ ബോഡി കാണുകയും ചെയ്തിരിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ക്രൈം നടന്ന ആ അപ്പാർട്ട്മെന്റിന് അകത്തേക്ക് ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതുമാണ് കാണുന്നത്. പോലീസ് ഒരു പരുവത്തിൽ അവർ മുഴുവൻ അവിടെ നിന്ന് ഒഴിവാക്കി. ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടി കമ്മീഷണറും ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫോറൻസിക്കാരും ഡോഗ് സ്ക്വാഡും ഒക്കെ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന അയൽക്കാരെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞതും പോലീസ് മഞ്ജുവിന്റെ ബോഡിയുടെ അടുത്തെത്തി. മഞ്ജു
ആ കട്ടിൽ അങ്ങനെ കമിഴ്ന്നു കിടക്കുകയാണ്. പോലീസ് മഞ്ജുവിന്റെ ബോഡി ഒന്ന് തിരിച്ചു. മഞ്ജുവിന്റെ മുഖത്ത് എന്തോ കൊണ്ട് ഉരഞ്ഞതിന്റെ പാടുണ്ട്. ശരീരത്തിൽ വ്യക്തമായ 2 മുറിവുകളുണ്ട്. മഞ്ജുവിന്റെ കഴുത്ത് കട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വയറും മുറിഞ്ഞിട്ടുണ്ട്. വയറ്റിനകത്തേക്ക് കത്തി കുത്തിക്കയറ്റി തിരിച്ചു വലിച്ചിരിക്കുകയാണ്. കത്തി തിരിച്ചു വലിച്ചപ്പോൾ മഞ്ജുവിന്റെ വയറ്റിൽ നിന്ന് കുടൽമാല പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും ഭീകരമായ ഒരു കാഴ്ച. ഒരു വെളുത്ത നിറത്തിലുള്ള നൈറ്റിയാണ് അവർ ധരിച്ചിരുന്നത്. ആ നൈറ്റിയുടെ നിറം വെളുപ്പാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളൊരു ലെൻസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അത്രമാത്രം രക്തം ആ ഡ്രസ്സിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ആ ബോഡി കിടക്കുന്നതിന് സമീപത്തായി ഒരു സ്റ്റീൽ അലമാരയുണ്ട്. ആ അലമാര തുറക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ആ അലമാര തുറക്കാനായി കാര്യമായ ശ്രമം നടത്തിയെന്ന് അതിന്റെ ആ താക്കോൽ ദൂരത്തിന് ചുറ്റും നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. എന്തൊക്കെയോ സാധനങ്ങളിട്ട് കുത്തി ആ അലമാര തുറക്കാൻ ആരോ ശ്രമിച്ചിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമാണ്. ആ ബോഡി കിടക്കുന്ന മുറിയിൽ ആ ബെഡിന് പുറമെ ഒരു ഡൈനിങ് ടേബിളും ഉണ്ട്. ആ ഫ്ലാറ്റിൽ ഡ്രോയിങ് കം ഡൈനിങ് റൂം എന്ന് പറയുന്ന സംഭവം ഇല്ല. ചെറിയൊരു ഇടനാഴിയും 2 ബെഡ്റൂമും കിച്ചണും ബാത്റൂമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡൈനിങ് റൂം കൂടിയായിട്ടാണ് ആ ബെഡ്റൂം വർക്ക് ചെയ്യുന്നത്. ആ മുറിയിലെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഒരു സ്റ്റീൽ കപ്പും ഒരു സെറാമിക് കപ്പും ഇരിപ്പുണ്ട്. 2ലും കുറേശ്ശെ ചായയുടെ ബാക്കിയുണ്ട്. തറയിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു കപ്പ് വീണ് കിടപ്പുണ്ട്. പൊട്ടിച്ചിതറിയ കപ്പിൽ നിന്ന് പുറത്തേക്ക് വീണ ചായ അവിടെ ഒലിച്ചു കിടക്കുകയാണ്. ബെഡിൽ ഒരു തലയണ കിടപ്പുണ്ട്. തലയണയുടെ അടുത്തായി അവരുടെ കണ്ണാടിയുണ്ട്. ബോഡിയുടെ അടുത്തായി വീടിനകത്ത് അവർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചെരുപ്പും കിടപ്പുണ്ട്. 2 ബെഡ്റൂമും ഏതാണ്ട് പൂർണ്ണമായും അലങ്കോലമായി കിടക്കുകയാണ്. ആ 2 ബെഡ്റൂമിലും ആരോ കാര്യമായ ഒരു തിരച്ചിൽ നടത്തിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണാം. സകലതും വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അടുക്കളയിൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്യത്തക്ക ഒന്നുമില്ല. കുറച്ച് ബാലൻസ് വന്ന കറിയും പാത്രവും സിങ്കിൽ കിടക്കുകയാണ്. അതിന് സമീപത്തായി ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ബാസ്ക്കറ്റിൽ കുറച്ച് ഫ്രഷ് പച്ചക്കറി ഉണ്ട്. ഫോറൻസിക് വിദഗ്ധർ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വിരലടയാളങ്ങൾ ശേഖരിക്കുകയാണ്. കൊല്ലപ്പെട്ട മഞ്ജു അവരെ കൊന്ന വ്യക്തികളോ ആ ഡൈനിങ് ടേബിളിന്റെ അടുത്തിരുന്ന് ചായ കുടിച്ചതിന്റെ സകല ലക്ഷണവും അവിടെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്ലാസുകളിൽ നിന്ന് ഫിംഗർ പ്രിന്റ് ശേഖരിക്കുക എന്നുള്ളത് ഒരു പ്രധാന ദൗത്യമാണ്. ആ ഫിംഗർ പ്രിന്റ് കൃത്യമായിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് വിദഗ്ധർ ശേഖരിച്ചു. താഴെ വീണ് കിടന്ന ഗ്ലാസിന്റെ പൊട്ടിപ്പോയ പിടിയിൽ നിന്നും ഫിംഗർ പ്രിന്റ് അടയാളം വിദഗ്ധർ കൃത്യമായി ഒപ്പിച്ചെടുത്തു. പോലീസിന്റെ ഭാഗ്യം കൊണ്ടാണ് മഞ്ജുവിന്റെ ബോഡി കാണാനായി അവിടേക്ക് കയറി വന്ന മറ്റു ഫ്ലാറ്റുകളിലെ ആളുകൾ ആ ടേബിളിലുള്ള സാധനങ്ങളിൽ തൊടാതിരുന്നത്. ടേബിളിലെ ആ ചായക്കപ്പൊക്കെ കാണുമ്പോൾ എടുത്ത് മാറ്റിവെക്കാൻ ആർക്ക് തോന്നും. അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് പോലീസിന് ആ ഫിംഗർ പ്രിന്റുകൾ ശേഖരിക്കാൻ പറ്റി. അതുപോലെ തന്നെ അലമാരയിലും കുറച്ച് ഫിംഗർ പ്രിന്റ് ഉണ്ട്. ആ അലമാര തുറക്കാനായി വളരെ കാര്യമായിട്ട് തന്നെ മഞ്ജുവിനെ കൊന്ന ആളുകൾ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടതും മഞ്ജുവിന്റെ ബോഡി കൊണ്ടുപോകാനുള്ള വാഹനമെത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ബോഡി ഫ്ളാറ്റിൽ നിന്ന് താഴെയുള്ള ആംബുലൻസിലേക്ക് കൊണ്ടുവരികയാണ്. ബോഡിക്കൊപ്പം ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി കമ്മീഷണറും ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റ് ആളുകളും കാലിക്കറ്റ് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറും ഒക്കെ ഉണ്ട്. പോലീസ് ആ ബോഡിക്കൊപ്പം താഴെ എത്തുമ്പോൾ അവിടെ ഒരു പട തന്നെ ഉണ്ട്. മയക്കം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പട. ലോക്കൽ ചാനലുകളെല്ലാം അവിടെ എത്തിയിരിക്കുകയാണ്. കാളിഘാട്ട് പോലീസ് സ്റ്റേഷന് വളരെ അടുത്തുള്ള ആ ഫ്ളാറ്റിൽ പകൽ സമയത്ത് നടന്ന ആ കൊലപാതകം സ്വാഭാവികമായിട്ടും സകല ചാനലുകളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. എല്ലാ ചാനലുകളും ഓബിവാനികളുമായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. ചാനൽ മൈക്കുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദ്യങ്ങൾ പറവറ വരികയാണ്. സാർ, എന്താ സംഭവിച്ചത്? സാർ, ആരാ കൊന്നത്? സാർ, എപ്പോഴാ കൊന്നത്? സാർ, എങ്ങനെയാ കൊന്നത്? സാർ, ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ എങ്ങനെ സാർ ആളുകൾ ജീവിക്കുക? സാർ, പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരാൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിനെങ്കിലും പോലീസിന് ഉത്തരം പറയാൻ കഴിയും മുമ്പ് അടുത്ത ചോദ്യം വരികയാണ്. തുരുതുരാ ചോദ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ആ ചോദ്യങ്ങൾക്കിടയിൽ കൂടി തന്നെ പോലീസിനെതിരെ വിധി പോലും ചാനൽ അവതാരകർ നടത്തുകയാണ്. സാർ, നിങ്ങളെപ്പോലുള്ള പോലീസുകാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ലേ സാർ പട്ടാപ്പകല് ഇതുപോലെ ഒരാൾ കൊല്ലപ്പെട്ടത്? അത് കേട്ടതും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ചാനലുകാരനോട് പറഞ്ഞു, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറൊന്നുമില്ല. ഡെപ്യൂട്ടി കമ്മീഷണറുടെ
ആ വാക്കുകൾ കേട്ട അതേ നിമിഷത്തിൽ ചാനൽ അവതാരകൻ അത് ഉപയോഗിച്ച് റിപ്പോർട്ട് തുടങ്ങിയാണ്. ഇന്ന് ഈ നഗരത്തെ നടുക്കിയ ഒരു കൊലം നടന്നപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ പറയുകയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. അതെ, അദ്ദേഹത്തിന് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇവിടെ ആളുകൾക്ക് അവരുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ശരിക്കും ആവേശത്തോടുകൂടിയാണ് ആ അവതാരകൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അയാളുടെ ആ ചൂടും വീറും ഒക്കെ സ്വാഭാവികമായിട്ടും മറ്റ് ചാനൽ പ്രവർത്തകരിലേക്കും ബാധിച്ചു. അവരും സെയിം ശൈലിയിൽ വെച്ച് അടിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഈ ലൈവ് ടെലികാസ്റ്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കുകയാണ്. പോലീസിനെ ഏതാണ്ട് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചാനലുകാർ ഒന്നടങ്കം പോലീസിനെ ആക്രമിക്കുമ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെ കമ്മീഷണർ തീരുമാനിച്ചു. ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിലെ സബ് ഇൻസ്പെക്ടറായ മലയകുമാർ ദത്തയ്ക്കാണ് അന്വേഷണ ചുമതല. സബ് ഇൻസ്പെക്ടർ മലയകുമാർ ദത്ത ഇപ്പോ സ്പോട്ടിലുണ്ട്. മലയകുമാർ ദത്ത കമ്മീഷണർ ഉത്തരവ് കിട്ടിയ ആ നിമിഷം മുതൽ അന്വേഷണം ഏറ്റെടുത്തു. അന്വേഷണം ഏറ്റെടുത്ത മലയകുമാർ ആദ്യം ക്രൈം നടന്ന ആ സ്പോട്ടാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അവിടുന്ന് കിട്ടാവുന്ന പരമാവധി ഇൻഫർമേഷൻ ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ചിട്ടുണ്ട്. എന്നാലും വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നാണ് മലയകുമാർ നോക്കുന്നത്. ആ 2 ബെഡ്റൂമുകളും ആ ചെറിയ ഇടനാഴിയും കിച്ചണും ബാത്റൂമും ഒക്കെ വീണ്ടും മലയകുമാർ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കുമോ എന്നറിയാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് മലയകുമാർ കടക്കുന്നത്. ക്രൈം സ്പോട്ട് ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം മലയകുമാർ ആ 2 ബിൽഡിങ്ങിലുമായി താമസിക്കുന്ന ആളുകളോട് വിവരങ്ങൾ തിരക്കി തുടങ്ങി. 32 ഫ്ളാറ്റുകൾ അവിടെ ഉള്ളത്. 32 ഫ്ളാറ്റുകളിലായി 100ഓളം ആളുകളുണ്ട്. 32 ഫ്ളാറ്റിലെയും മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഈ ചോദ്യം ചെയ്യൽ തികഞ്ഞ ഒരു ബോറൻ പരിപാടിയാണ്. ഒരു അപ്പാർട്ട്മെന്റിൽ 4 പേരാണ് താമസിക്കുന്നതെങ്കിൽ 4 പേരോടും ഒരേ ചോദ്യം ആവർത്തിക്കേണ്ടി വരും. അതിനുശേഷം അടുത്ത അപ്പാർട്ട്മെന്റിൽ ആളുകൾ വിളിക്കുമ്പോൾ അവരോടും അതേ ചോദ്യം ചോദിക്കണം. കുറച്ച് കഴിയുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ബോറടിക്കും. പക്ഷേ അയാൾക്ക് ചോദിച്ചേ പറ്റൂ. ഒരാളെ പോലും ഒഴിവാക്കാൻ പറ്റില്ല. മുഴുവൻ ആളുകളിൽ നിന്നും ഇൻഫർമേഷൻ ശേഖരിക്കുക എന്നുള്ളത് ജോലിയുടെ ഭാഗമാണ്. മഞ്ജു ഘോഷാൽ കൊല്ലപ്പെട്ട വിവരം കണ്ടെത്തിയ ഡോളി റോയും മഞ്ജുവും അടുത്ത സുഹൃത്തുക്കളാണ്. 2 പേരും സമപ്രായക്കാരുമാണ്. 2ാമത്തെ നിലയിലും 1ാമത്തെ നിലയിലുമായിട്ടാണ് അവരുടെ വീടുകൾ. 1ാമത്തെ നിലയിലുള്ള മഞ്ജുവിന്റെ വീടും 2ാമത്തെ നിലയിലുള്ള ഡോളിയുടെ വീടും തമ്മിൽ ഒരു പ്രത്യേക ബെൽ കണക്ഷൻ വഴി കണക്ട് ചെയ്തിട്ടുമുണ്ട്. മുകളിലത്തെ നിലയിൽ നിന്ന് ഡോളി താഴോട്ട് ഇറങ്ങുമ്പോൾ ബെല്ലടിച്ചിട്ട് ഇറങ്ങുക. ആ ബെല്ലിന് ഒരു പ്രത്യേക സൗണ്ടാണ്. ഡോളി മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണെന്ന് മഞ്ജുവിനെ അറിയിക്കാനുള്ള ഒരു ബെല്ലാണത്. ഡോളി താഴെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മഞ്ജു വാതിൽ തുറന്ന് കാത്തു നിൽക്കും. അത് അവരുടെ ഒരു ദിനചര്യയുടെ ഭാഗമാണ്. മഞ്ജുവിന് ആവശ്യമായ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഡോളി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. മഞ്ജുവിന് ബ്ലഡ് പ്രഷറും ഷുഗറും വാദത്തിൻ്റെതായ അസഹ്യതകളും കാൽമുട്ടിന് പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് മഞ്ജുവിൻ്റെ വീടിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ഡോളി സഹായിക്കുന്നത്. അതുമാത്രമല്ല, മഞ്ജുവിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതുകൊണ്ട് മഞ്ജു അധികം അങ്ങനെ പുറത്തേക്ക് പോകാറുമില്ല. മഞ്ജു വീടിന് പുറത്തേക്ക് ഇറങ്ങാറില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. മാസത്തിൽ ഒരു തവണ അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങും. ഓട്ടോ പിടിച്ച് അവർ പോകുന്നത് ബാങ്കിലേക്കാണ്. അവരുടെ പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയാണ് അവർ ബാങ്കിൽ പോകുന്നത്. അവർക്ക് ആവശ്യമായ പ്രൊവിഷൻസ് മറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് മാസത്തിൽ ഒരിക്കൽ മകൾ മാനസിയോ അല്ലെങ്കിൽ മാനസിയുടെ ഭർത്താവ് ദീപാങ്കുറോ ആണ്. മഞ്ജുവിന് മറ്റെന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അയൽപക്കത്തുള്ള ഏതെങ്കിലും അപ്പാർട്ട്മെന്റിലെ ആരെങ്കിലുമൊക്കെ മഞ്ജുവിന് വാങ്ങിച്ചു കൊടുക്കും. മഞ്ജു എത്രയോ കാലമായിട്ട് ആ അപ്പാർട്ട്മെന്റ് താമസിക്കുന്നതുകൊണ്ട് അയൽക്കാരുമായിട്ട് അങ്ങനെ ഒരു അടുപ്പമുണ്ട്. ഡോളി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 2 തവണ മഞ്ജുവിന്റെ ഫ്ളാറ്റിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഡോളിക്ക് ഉറപ്പിച്ച് ഒരു കാര്യം പോലീസിനോട് പറയാൻ പറ്റി. മഞ്ജു എല്ലായ്പ്പോഴും ഒരു മാല ധരിക്കുമായിരുന്നു, കയ്യിൽ വളയും ഇടുമായിരുന്നു. മരിച്ചു കിടക്കുന്ന മഞ്ജുവിന്റെ ബോഡിയിൽ അത് രണ്ടുമില്ല. മഞ്ജുവിനെ കൊന്ന വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആ മാലയും വളകളും ഊരിയെടുത്തിരിക്കുകയാണ്. മഞ്ജുവിന് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മഞ്ജു ഡോളിയുടെ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള ആ ബെല്ലൊന്ന് പ്രസ് ചെയ്യും. ഡോളിയുടെ വീട്ടിൽ കേൾക്കുന്ന ആ ബെല്ല് മഞ്ജുവിന്റെ വീട്ടിലേതാണെന്ന് തിരിച്ചറിയത്തക്ക ശൈലിയിലുള്ള ഒരു സൗണ്ടാണ് അതിനുള്ളത്. മഞ്ജു ആണ് ബെല്ല് പ്രസ് ചെയ്യുന്ന മനസ്സിലായാൽ അപ്പൊ തന്നെ ഡോളി താഴെ എത്തും. ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോളി യഥാർത്ഥത്തിൽ കരയുകയായിരുന്നു. ഡോളിയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട മഞ്ജു. ഡോളിയുടെ സംഭാഷണത്തിൽ അത് കൃത്യമായി തെളിയുന്നുണ്ടായിരുന്നു.
ഡോളിയുടെ വീട്ടിൽ ഡോളിക്കും ശേഖറിനും പുറമെ മകൻ സുമിത്ത് കൂടി താമസിക്കുന്നുണ്ട്. സുമിത്തിന്റെ മൊഴി അനുസരിച്ച് അയാൾ രാവിലെ 9:45 ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങി നടന്ന് അയാളുടെ ഓഫീസിലേക്ക് പോയി. അയാളുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അയാൾ ആ ഷോപ്പിൽ ഇരിക്കുമ്പോഴാണ് 11:30 അയാളുടെ അമ്മ വിളിച്ച് കാര്യം പറഞ്ഞത്. വിവരം അറിഞ്ഞതും അയാൾ ഫ്ളാറ്റിലേക്ക് ഓടിയെത്തി. സുമിത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ സുമിത്ത് വഴി ഒരു കാര്യം മലയകുമാർ അറിഞ്ഞിട്ടുണ്ട്. സുമിത്ത് രാവിലെ 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങുക. പക്ഷെ അന്ന് രാവിലെ 9:30 അയാളുടെ ഫ്ളാറ്റിൽ ഒരു ചെറുപ്പക്കാരൻ എത്തിയിരുന്നു. ആനന്ദ ബസാർ പത്രത്തിന്റെ ഒരു ഏജന്റാണ് വന്നത്, ഒരു സെയിൽസ് ഏജന്റ്. ആനന്ദ ബസാർ പത്രവും ടെലഗ്രാഫ് പത്രവും ജോയിന്റ് ആയിട്ട് എടുത്താൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് വീട് വീടാന്തരം കയറി ഓർഡർ പിടിക്കാനായിട്ടാണ് അയാൾ വന്നത്. സുമിത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ 4ാമത്തെ ഫ്ലോറിലേക്ക് പോയി. 4ാമത്തെ ഫ്ലോറിലേക്കാണ് ആ ചെറുപ്പക്കാരൻ പോയിന്ന് കേട്ടതും മലയകുമാർ 4ാമത്തെ ഫ്ലോറിലെ ആളുകളോട് വിവരം തിരക്കി. ഒരു ബാങ്ക് എംപ്ലോയിയുടെ വീടാണ് 4ാമത്തെ നിലയിൽ. ആ കോംബോ ഓഫറിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചെറുപ്പക്കാരനെ അയാൾ കൃത്യമായി കണ്ടതാണ്. ആ ചെറുപ്പക്കാരന്റെ പേരും ടെലിഫോൺ നമ്പറും ഒക്കെ ആ ചെറുപ്പക്കാരൻ ആ വീട്ടിൽ കൊടുത്തിട്ടുമുണ്ട്. ആ ചെറുപ്പക്കാരന്റെ പേരും ടെലിഫോൺ നമ്പറും അങ്ങനെയാണ് 4ാമത്തെ ഫ്ളാറ്റിൽ നിന്ന് മലയകുമാർ ദത്തയ്ക്ക് ലഭിക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ പേര് ശുഭകുമാർ ദേ എന്നാണ്. മലയകുമാർ ഉടൻ തന്നെ ശുഭകുമാർ ദയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. ഏകദേശം ഒരു 40-45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശുഭകുമാർ ദേ മലയകുമാറിന്റെ അടുത്തെത്തി. ശുഭകുമാറിൽ നിന്നും മലയകുമാർ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ശുഭകുമാർ, നിങ്ങൾ 1ാമത്തെ നിലയിലെ ഫ്ളാറ്റിൽ പോയിരുന്നു. സർ, ഞാൻ അവിടെ ബെല്ലടിച്ചായിരുന്നു, പക്ഷേ വാതിൽ തുറന്നില്ല. അല്പം നേരം ഞാൻ കാത്തു നിന്നു. ആരെയും കാണാത്തത് കൊണ്ട് ഞാൻ 2ാമത്തെ നിലയിലേക്ക് പോയി. സർ, 2ാമത്തെ നിലയിൽ എനിക്ക് ഓഫർ കിട്ടിയില്ല. ഞാൻ 4ാമത്തെ നിലയിൽ ചെന്നപ്പോൾ അവിടെ എനിക്കൊരു ഓഫർ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ താഴേക്ക് പോന്നു. നീ താഴേക്ക് വരുമ്പോൾ 1ാമത്തെ നിലയിലെ ആ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. സർ, അങ്ങനെ ചോദിച്ചാൽ ഞാനത് ഓർക്കത്തില്ല സർ. ശുഭകുമാർ, ഈ സമയത്ത് നീ ആരെങ്കിലും പടിക്കെട്ട് വഴി കയറി ഇറങ്ങുന്നതായി കണ്ടായിരുന്നു? സർ, ഞാൻ എൻ്റെ ഫോണിലെ SMS ശ്രദ്ധിക്കായിരുന്നത് കൊണ്ട് സത്യത്തിൽ മറ്റാരെയും ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാണ് ശരി. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നെ പാസ് ചെയ്ത് മുകളിലേക്കോ താഴേക്കോ ആരും പോയിട്ടില്ലെന്നാണ്. ശുഭകുമാർ ദയെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് കൊല്ലപ്പെട്ട മഞ്ജുവിന്റെ മകൾ മാനസിയോട് മലൈ കാര്യങ്ങൾ ചോദിക്കുന്നത്. മാനസി പോലീസിന് കൊടുത്ത മൊഴിയിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. ഒരു കാരണവശാലും അവളുടെ അമ്മ അപരിചിതർക്ക് വേണ്ടി വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കില്ല. മാനസിക അക്കാര്യത്തിൽ 100% ഉറപ്പാണ്. എന്ന് പറയുമ്പോൾ മഞ്ജു വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നത് പരിചയക്കാർക്ക് വേണ്ടിയാണ്. ആ പരിചയക്കാരുമായി ഒന്നിച്ചിരുന്ന് മഞ്ജു ചായ കുടിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ആവശ്യമായ എല്ലാ സാധനവും സർ ഞാനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഞാൻ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയൊരിക്കലോ അമ്മയ്ക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഡോളി ആൻറ്റി എന്നും അമ്മയെ കാണുന്നതാണ്. അല്ലെങ്കിൽ ഉഷ ദീദിയുണ്ട്. ഉഷ ദീദിയോ? അതെ സാർ, ഉഷ ദീദി. അവരാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. പോലീസ് ഉടൻ തന്നെ ഉഷ ദീദിയെ വിളിപ്പിച്ചു. 50-ന് മുകളിൽ പ്രായമുള്ള ആ സ്ത്രീയെ നേരത്തെ തന്നെ മലയകുമാർ ദത്ത ശ്രദ്ധിച്ചതാണ്. മഞ്ജുവിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞ് ഹോംസിഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മലയകുമാർ ദത്ത ആ ഫ്ളാറ്റിൽ എത്തിയ ആ നിമിഷം മുതൽ മലയകുമാറിന്റെ ശ്രദ്ധയിൽ ഉഷ പെട്ടതാണ്. അവർ ഒരു മൂലയ്ക്ക് അങ്ങ് നിൽക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അവരുടെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകുന്നതും മലയകുമാർ കണ്ടിരുന്നു. ശരിക്കും സങ്കടപ്പെട്ട് ആ സ്ത്രീ ആ മൂലയിൽ തന്നെ നിൽക്കുകയാണ്. 3-4 മണിക്കൂറായിട്ടും അവർ അവിടുന്ന് മാറിയിട്ടില്ല. അവരെ മലയകുമാറിന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. മലയകുമാർ അവരോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അവർ കാനിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അതിരാവിലെ കാനിങ് വഴി വരുന്ന ട്രെയിനിൽ അവർ കൽക്കത്തയ്ക്ക് വരും. രാവിലെ 7 മണിക്ക് തന്നെ ഉഷ മഞ്ജുവിന്റെ ഫ്ളാറ്റിലെത്തും. തറ തുടച്ച് തൂത്ത് വൃത്തിയാക്കാനായിട്ടാണ് ഉഷ മഞ്ജുവിന്റെ ഫ്ളാറ്റിൽ ആ സമയത്ത് എത്തുന്നത്. മഞ്ജുവിന്റെ ഫ്ളാറ്റ് വൃത്തിയാക്കിയതിനു ശേഷം അവർ മറ്റു ഫ്ളാറ്റുകളിലേക്ക് പോകും. അവർ 3-4 ഫ്ളാറ്റുകൾ ഇതേ ജോലി ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവർ വീണ്ടും മഞ്ജുവിന്റെ ഫ്ളാറ്റിലേക്ക് വരും. അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം മഞ്ജുവിന്റെ തുണികളൊക്കെ കഴുകിയിടുന്ന ജോലിയും അവർക്കാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനായി മഞ്ജു ആവശ്യപ്പെടും. അതും ഉഷ ഉണ്ടാക്കി കൊടുക്കും. മഞ്ജുവിന്റെ വീട്ടിലെ ഉഷയുടെ ഏകദേശ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഉഷ മലയകുമാറിനോട് പറഞ്ഞത്. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ മലയകുമാർ ഉഷയോട് ചോദിച്ചു, നിങ്ങൾ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ വേറെ ആരെങ്കിലും ഫ്ളാറ്റിൽ വന്നായിരുന്നു? സർ, വന്നായിരുന്നു. ആരാ വന്നേ? സാർ, ജഗദീഷ് വന്നായിരുന്നു. ജഗദീഷോ? അതാരാ?
സർ അയാൾ വീട്ടിലെ ബാത്റൂമൊക്കെ കഴുകാനായി വരുന്ന ആളാണ്. ഇവിടെ മാത്രമല്ല സർ, പല ഫ്ളാറ്റുകളിലെയും ബാത്റൂമുകൾ കഴിയുന്ന ജഗദീഷാണ്. പോലീസ് ജഗദീഷിനെ വിളിപ്പിച്ചു. ജഗദീഷ് മഞ്ജുവിന്റെ ഫ്ളാറ്റിലെത്തിയത് രാവിലെ 8 മണിക്കാണ്. 8:15 വരെ അയാൾ ഫ്ളാറ്റിലുണ്ടായിരുന്നു. സർ, ഞാൻ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉഷ ദീദി അവിടെ ഉണ്ടായിരുന്നു. ഉഷയും അത് സമ്മതിച്ചു. നിങ്ങൾ സാധാരണഗതിയിൽ എത്ര മണി വരെ ഇവിടേക്ക് ഉണ്ടാവും? സർ, രാവിലെ 10 മണിയോട് കൂടി എന്റെ പണി കഴിയും. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? സർ, ഞാൻ ബീഹാറിലെ ചേതന എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ് ഇവിടെ കൽക്കത്തയ്ക്ക് വന്നത്. 7 വർഷമായിട്ട് ഇവിടെ കൽക്കത്തയിലാണ് താമസിക്കുന്നത്. ജഗദീഷ് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ മലയകുമാർ ഏർപ്പാട് ചെയ്തു. ജഗദീഷിന്റെ മാത്രമല്ല, അന്നേ ദിവസം മലയകുമാറിനോട് സംസാരിച്ച മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ റീചെക്ക് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. പോലീസ് തുടക്കത്തിൽ ആരെയും സംശയിക്കില്ല. എല്ലാ ആളുകളിൽ നിന്നും വിവരം ശേഖരിക്കും. ആ വിവരങ്ങൾ സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. ഏതെങ്കിലും ശൈലിയിൽ പൊരുത്തക്കേടുള്ള മൊഴി പറഞ്ഞിട്ടുള്ള ആളുകളിലേക്ക് പോലീസിന്റെ അന്വേഷണം ചുരുക്കുകയാണ് പതിവ്. ഇപ്പോ ആ ഫ്ളാറ്റുകളുമായി ബന്ധിപ്പിച്ച് 100ഓളം ആളുകളുണ്ട്. ആ 100 ആളുകൾക്ക് പുറമെ ആ ഫ്ളാറ്റിൽ പല ആവശ്യത്തിന് വരുന്ന മറ്റാളുകളുണ്ട്. പത്രം, പാല്, പച്ചക്കറി, മീന്, അലക്ക്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒത്തിരിയേറെ ആളുകൾ ഫ്ളാറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വിവരങ്ങളും പോലീസിന് ശേഖരിക്കണം. എല്ലാ വിവരങ്ങളും മറ്റ് സോഴ്സുകളുമായി കണക്ട് ചെയ്ത് ഒന്ന് കമ്പയർ ചെയ്യും. പൊരുത്തക്കേടുള്ളവരെ മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ഒഴിവാക്കും. മലയകുമാർ ആ 32 ഫ്ളാറ്റുകളിലുമായിട്ടുള്ള മുഴുവൻ ആളുകളുടെ ഇൻഫർമേഷനും അവിടേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ആളുകളുടെ ഇൻഫർമേഷനും ഒക്കെ കളക്ട് ചെയ്ത് അതിനെ ക്രോസ് ചെക്കിങ് തുടങ്ങി. ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ മിക്കവാറും എല്ലാ തരത്തിലുള്ള ക്രോസ് ചെക്കിങ്ങും കംപ്ലീറ്റ് ആയി. ദിവസങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10:30 മണി വരെ മലയകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടും മഞ്ജുവിന്റെ കൊലപാതകവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവും കൃത്യമായി കണ്ടുപിടിക്കാൻ മലയകുമാർ ദത്തയ്ക്ക് പറ്റിയിട്ടില്ല. മലയ് ആകെ ടെൻഷനിലാണ്. എല്ലാ ദിവസവും വൈകുന്നേരം വിവരങ്ങൾ അദ്ദേഹത്തിന്റെ മേലധികാരിയെ ധരിപ്പിക്കാനുള്ള ചുമതലയും മലയകുമാറിനുണ്ട്. അതുപോലെ അന്ന് മലയകുമാർ മേലധികാരിയുടെ മുന്നിലെത്തി. കഴിഞ്ഞ ഒരാഴ്ചത്തെ അന്വേഷണ പുരോഗതി മലയകുമാർ അദ്ദേഹത്തിന്റെ ഓഫീസറെ ധരിപ്പിച്ചു. കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഓഫീസർ മലയകുമാറിനോട് ചോദിച്ചു, മലയ്, ഇപ്പോ ആരെയൊക്കെയാണ് നിങ്ങൾ സംശയിക്കുന്നത്? സർ, എനിക്ക് സംശയമുള്ള ചില ആളുകളുണ്ട്. സർ, എനിക്ക് ഒന്നാമത്തെ സംശയം തോന്നുന്നത് ഈ ബോഡി കണ്ടെത്തിയ ഡോളിയുടെ മകൻ സുമിത്തിനെയാണ്. സർ, അയാൾ പറയുന്നത് അയാൾ 9:30 ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി അയാളുടെ കടയിൽ എത്തിയെന്നാണ്. 11:30 അയാൾ മരണവിവരം അറിഞ്ഞെന്ന് പറയുന്നുണ്ട്. സർ, ആ വിവരം ശരിയുമാണ്. ഏയ് മലയ്, പിന്നെന്തിനാ സുമിത്തിനെ സംശയിക്കുന്നത്? സർ, ഇവിടെ ഒരു കാര്യം മഞ്ജുവിന്റെ മകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മഞ്ജുവിന്റെ മകൾ മാത്രമല്ല, ഡോളിയും ഉഷയൊക്കെ ആ കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. പരിചയക്കാരല്ലാത്ത ഒരാൾക്ക് വേണ്ടിയും മഞ്ജു വാതിൽ തുറക്കില്ലെന്ന്. സർ, എനിക്ക് തോന്നുന്നത് മഞ്ജുവിന്റെ വീട്ടിലെ ബെല്ല് സുമിത്ത് അടിച്ചു കാണുമെന്നാണ്. സുമിത്തിനെ കണ്ട് മഞ്ജു വാതിൽ തുറന്നു കാണും. സുമിത്ത് പറഞ്ഞുറപ്പിച്ചിരുന്ന ആളുകൾ അകത്തേക്ക് കയറി മഞ്ജുവിനെ കൊലപ്പെടുത്തിയതാണ്. മഞ്ജുവിനെ സുമിത്ത് എന്തിനെ കൊലപ്പെടുത്തണം? സർ, ഈ സുമിത്ത് ശരിക്കും സാമ്പത്തികമായി ടൈറ്റിലാണ്. അയാളുടെ കട വേണ്ടത്ര നന്നായി പ്രവർത്തിക്കുന്നില്ല. അയാൾ പലരിൽ നിന്നും പണം കടം വാങ്ങാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. പണത്തിന് ആവശ്യമുള്ള സുമിത്ത് മഞ്ജുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി വാടക കൊലയാളികളെ രംഗത്തിറക്കിയതായിരിക്കുമെന്നുള്ള ഒരു നിഗമനമാണ് മലയകുമാർ ദത്ത അദ്ദേഹത്തിന്റെ മേലധികാരിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് കേട്ടതും മേലധികാരി പറഞ്ഞു, ഓക്കെ, നമുക്ക് സുമിത്തിനെ സംശയത്തിൽ വെക്കാം, അതിന് അടിസ്ഥാനമുണ്ട്. ഇനി വേറെ ആരാണ് സംശയിക്കാൻ പറ്റിയത്? സർ, രണ്ടാമത് ഞാൻ സംശയിക്കുന്നത് ആ ബാത്റൂം കഴുകാനായി വരുന്ന ജഗദീഷിനാണ്. സർ, അയാൾ നല്ല വെൽ ബിൽറ്റാണ്. നിങ്ങളെന്താ പറയുന്ന മലയിൽ വെൽ ബിൽറ്റ് ആയതുകൊണ്ട് ഒരാള് കൊലപാതകം നടത്തുന്നതാണ്? സർ, അങ്ങനെയല്ല. അവൻ വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് മഞ്ജുവിനെ കൊല്ലാൻ പറ്റും. അതുമാത്രമല്ല, ഈ ബാത്റൂമൊക്കെ കഴുകാൻ പോകുമ്പോൾ അവന് വളരെ തുച്ഛമായ പൈസയിൽ ലഭിക്കൂ. ഇവിടെ മഞ്ജുവിന്റെ കഴുത്തിലെ മാലയും വളയും എല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോയി വിറ്റാലും അവന് എന്തെങ്കിലുമൊക്കെ കിട്ടും. അവനെ അതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. അത് കേട്ടപ്പോ ഓഫീസർ മലയിനോട് ചോദിച്ചു, മലയ്, നീ ജഗദീഷിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പരിശോധിച്ചു? സർ, അത് ഞാൻ തിരക്കി. അയാളുടെ പേരിൽ ഇതിനു മുമ്പ് ഒരു ക്രൈമും രേഖപ്പെടുത്തിയിട്ടില്ല. വളരെ നീറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്.
സർ, അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഒരു തരത്തിലുള്ള ബാഡ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത കക്ഷിയാണ് ജഗദീഷ്. അതുകൊണ്ട് തന്നെ ജഗദീഷാണ് കൊല നടത്തിയതെന്ന് അവിടെ തീരുമാനിക്കാൻ മലയകുമാറിന് പറ്റുന്നില്ല. പക്ഷെ മലയകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതി എന്ന് പറയാൻ കഴിയുന്ന ഒരാളെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആകെ ടെൻസ്ഡ് ആവുകയാണ്. മേലധികാരികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അയാൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ മലയ്, വേറെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? സർ, മൂന്നാമതായി എനിക്ക് സംശയം തോന്നുന്നത് മഞ്ജുവിന്റെ മരുമകൻ ദീപാങ്കറയാണ്. അയാളും അത്ര സാമ്പത്തികമായി മെച്ചത്തിലൊന്നും അല്ല. അയാളുടെ ബിസിനസ്സും വേണ്ടത്ര ലാഭമൊന്നും ഉണ്ടാക്കുന്നില്ല. അയാൾ ചിലപ്പോ അമ്മയമ്മയെ തട്ടാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ ശരിയാകും? അവരുടെ സ്വത്ത് അതെന്തു തന്നെയാണെങ്കിലും അവരുടെ മകൾക്കുള്ളതല്ലേ സർ. അവർ മരിച്ചാലല്ലേ ആ സ്വത്ത് അവർക്ക് കിട്ടത്തുള്ളൂ. അവരെ തട്ടിയാൽ ആ ഫ്ലാറ്റൊക്കെ വിറ്റൂടെ? മലയകുമാർ ചില പോസിബിലിറ്റീസ് ആണ് കണ്ടുപിടിക്കുന്നത്. ദീപാങ്കറെ സംശയിക്കാൻ കാരണമൊന്നുമില്ലെങ്കിലും ഈ കോണിലൂടെ ആലോചിച്ചാൽ ചിലപ്പോൾ സംശയിക്കാൻ പറ്റും. വേറെ ആരെങ്കിലും നീ സംശയിക്കുന്നുണ്ടോ? സാർ, പിന്നെ എനിക്ക് സംശയമുള്ളത് ഉഷയാണ്. അവൾ വീട്ടുജോലിയുമായി ബന്ധപ്പെട്ട് കുറെ വർഷമായിട്ട് മഞ്ജുവുമായി ബന്ധമുള്ളതാണ്. മഞ്ജുവിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. മഞ്ജുവിനെ തട്ടാനായിട്ട് അവൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉപയോഗിച്ചുകൂടായില്ല. വീട്ടുജോലിക്ക് വരുന്ന ഉഷാറാണി, അതുപോലെ തന്നെ വീട്ടുജോലിക്ക് വരുന്ന ജഗദീഷ്, അവിടെ മഞ്ജുവിന്റെ സുഹൃത്തായുള്ള ഡോളിയുടെ മകൻ സുമിത്ത്, മഞ്ജുവിന്റെ മകളുടെ ഭർത്താവ് ദീപാങ്കർ, ഈ 4 ആളുകളെയാണ് ഇപ്പോ മലയകുമാർ ദത്ത സംശയിക്കുന്നത്. മലയകുമാർ ദത്ത പറഞ്ഞ കാരണങ്ങളൊക്കെ കേട്ടപ്പോ ഓഫീസർ മലയകുമാറിനോട് പറഞ്ഞു, ഇവരെ ആരെയും തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുവേണ്ടിയുള്ള ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല. കോൾ ഡേറ്റ റെക്കോർഡുകളൊക്കെ കിട്ടിയോ? സർ, കുറെ വിവരങ്ങൾ കിട്ടി. ബാക്കിയുള്ളത് നാളെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംഭാഷണം കഴിഞ്ഞ് കൃത്യം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മലയകുമാർ ധൃതിയിൽ ഓഫീസർ അടുത്തേക്ക് വന്നു. സർ, ഇതൊന്ന് നോക്കി. എന്താ ഇത്? സർ, ഇത് സുമിത്തിന്റെ CDR ആണ്. സുമിത്തിന്റെ കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിച്ച മലയകുമാർ അതിൽ അവസാനമായി വിളിച്ചിരിക്കുന്ന ഒരു നമ്പർ കണ്ടപ്പോൾ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു. അത് ഒരു വക്കീലിന്റെ നമ്പറാണ്. വക്കീലിനോട് സംസാരിച്ചപ്പോഴാണ് മലയകുമാർ ആ കാര്യം അറിഞ്ഞത്. സുമിത്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാൻ പോവുകയാണ്. മഞ്ജുവിന്റെ കൂട്ടുകാരിയായ ഡോളയുടെ മകൻ സുമിത്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞതും ഓഫീസർ മലയോട് പറഞ്ഞു, ഏയ് മലയ്, ഇനി ഒന്നും നോക്കണ്ട, സുമിത്തിനെ പോക്ക്. സുമിത്തിനെ പോക്കി നേരെ കൊണ്ടുവന്നത് ലാൽ ബസാറിലേക്കാണ്. കാളിഘട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാതെ ലാൽ ബസാറിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചാണ്. സാധാരണ നമ്മൾ സിനിമയിൽ കാണുന്ന ശൈലിയിലുള്ള ഒരു അന്വേഷണ മുറിയൊന്നുമല്ല ലാൽ ബസാറിൽ പ്രതികളെ ചോദ്യം ചെയ്യാനായി ഉപയോഗിക്കുന്നത്. സാധാരണ സിനിമയിൽ നമ്മൾ കാണുക അല്പം അരണ്ട പ്രകാശത്തിൽ ഒരു മേശയും ഒക്കെ ആയിട്ടുള്ള ഒരു മുറിയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ചെറിയ മുറിയാണ്. 8 അടി നീളവും 6 അടി വീതിയുമുള്ള ഒരു കുഞ്ഞു മുറി. അതിനകത്ത് ഒരു മേശയുണ്ട്. മേശയുടെ അപ്പുറവും ഇപ്പുറവും ഓരോ കസേര കിടപ്പുണ്ട്. ഒരു കസേരയിൽ സുമിത് ഇരിക്കുകയാണ്. അയാളുടെ നേരെ എതിരെ മലയ്. ഏയ് സുമിത്, നീ എന്തിനാ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്? സാർ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ 5 തവണയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഈ 5 തവണയും ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തിയതാണ്. വൈകുന്നേരം വരെ എന്നെ ഇവിടെ ഇരുത്തിയിരുന്നു. എനിക്ക് ഈ ദിവസങ്ങളിൽ എൻ്റെ ഷോപ്പിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായി എന്നെ ഇവിടെ വിളിച്ചോണ്ടിരുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് എൻ്റെതായ ശൈലിയിൽ കാര്യങ്ങൾ ചെയ്യണ്ടേ? ഞാൻ അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുക്കാതെ കരുതിയത്. ഏയ് സുമിത്, നിനക്ക് പിടിക്കപ്പെടുമെന്ന് തോന്നലുണ്ടായത് കൊണ്ടല്ലേ നീ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്? സാർ, താങ്കൾ എന്തായി പറയുന്നത്? എന്തിനാ എന്നെ പിടിക്കുന്നത്? നിങ്ങൾ മഞ്ജു ആന്റിയുടെ കൊലപാതകം എന്റെ മേലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ ജാമ്യം എടുക്കുന്നത്. ഏയ് സുമിത്, കുറ്റം ചെയ്തവരല്ലേ മുൻകൂർ ജാമ്യം എടുക്കുക? അതുകൊള്ളല്ലോ സാറേ, കുറ്റം ചെയ്തവരാണോ മുൻകൂർ ജാമ്യം എടുക്കുന്നത്? സർ, പോലീസ് ഒരു കാരണവുമില്ലാതെ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുമെന്ന് അറിയുമ്പോഴല്ലേ സാർ ആളുകൾ ജാമ്യം എടുക്കുന്നത് മുൻകൂറായിട്ട്? സുമിത് ചോദിക്കുന്ന ചോദ്യം മലയകുമാറിന് മനസ്സിലാകുന്നുണ്ട്. മലയകുമാർ സുമിത്തിനെ പെടുത്താനായി അനവധി ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അയാൾ കുലുങ്ങുന്നതേയില്ല. അയാൾ ഒരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല. സാധാരണഗതിയിൽ ലാൽ ബസാറിൽ എത്തുന്ന ഒരു പ്രതി അവിടത്തെ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത കൊണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു പോകും. അതാണ് അവിടുത്തെ അവസ്ഥ. പലതവണ ആ മുറിയിലിരിക്കുന്ന ആളെ മുകളിലേക്കും താഴേക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു പതിവ് അവർക്കുണ്ട്.
മുകളിലേക്ക് പോകുന്നത് ഒരു ചെറിയ കോണിപ്പടി വഴിയാണ്. ആ കോണിപ്പടി വഴി പ്രതിയുമായിട്ട് പോലീസ് കയറി പോകുമ്പോൾ അവരെ ക്രോസ് ചെയ്ത് പോലീസുകാർ മറ്റു പ്രതികളുമായി പോകുന്നുണ്ടാവും. അങ്ങനെ കടന്നു പോകുന്ന പോലീസോ പ്രതികളോ ഒരു അക്ഷരം പോലും ശബ്ദിക്കുന്നുണ്ടാവില്ല. പൂർണ്ണ നിശബ്ദതയാണ് ലാൽ ബസാറിന്റെ പ്രത്യേകത. വല്ലാത്തൊരു ഭയം ഏതൊരു കുറ്റവാളിയിലും ഉണ്ടാക്കാൻ പര്യാപ്തമായ ശൈലിയിലാണ് അവിടുത്തെ മുഴുവൻ സിസ്റ്റവും ചെയ്തിരിക്കുന്നത്. ആളുകളെ ഇടിച്ചു പറയിപ്പിക്കുന്ന ഒരു രീതിയൊന്നും ലാൽ ബസാറിലില്ല. പക്ഷെ ലാൽ ബസാറിലേക്ക് കടക്കുമ്പോൾ പല തരത്തിലുള്ള റൂമുകൾ കാണാം. ചെക്ക് തട്ടിപ്പ്, മണി ലോണ്ടറിംഗ് ഒക്കെ ഒരു സ്ഥലത്ത്, കൊലപാതകം അങ്ങനെ തുടങ്ങിയത് വേറൊരു സ്ഥലത്ത്, ബാങ്കുമായി ബന്ധപ്പെട്ട ഫ്രോഡ് കേസുകൾ അന്വേഷിക്കുന്ന വേറൊരു സ്ഥലത്ത്. അങ്ങനെ വെറൈറ്റി ഓഫ് ഹെഡുകൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹെഡിങ്ങുകൾ എഴുതിയിരിക്കുന്ന മുറികളുടെ അടുത്തുകൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു ഭയം ആളുകൾക്ക് വരത്തക്ക ശൈലിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഇതൊന്നും കണ്ടിട്ടും സുമിത്ത് കുലുങ്ങിയില്ല. സുമിത്തിനെ രാത്രി 10 മണിയായിട്ടും വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. 10 മണിയായപ്പോൾ സുമിത്ത് മലയ്കുമാർ ദത്തയോട് പറഞ്ഞു, സാർ, നിങ്ങൾ ഈ രാത്രി മുഴുവൻ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. ഞാൻ കുറ്റം ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറ്റം ഏക്കത്തുമില്ല. സുമിത്ത് വളരെ വ്യക്തമായിട്ട് അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് കേട്ടതും മലയ്കുമാർ സുമിത്തിനോട് പറഞ്ഞു, ഏയ് സുമിത്, നീയാണ് മഞ്ജുവിനെ കൊന്നെന്ന് ഞങ്ങൾക്കറിയാം. നീ എന്തിനു കൊന്നു എന്ന് ഞങ്ങൾക്കറിയാം. നീ അതങ്ങ് സമ്മതിച്ചാൽ മതി. അത് കേട്ടതും സുമിത്ത് ഒന്ന് ചിരിച്ചു. ചിരിച്ചുകൊണ്ട് അയാൾ മലയ്കുമാറിനോട് പറഞ്ഞു, ഹേ ഓഫീസർ, നിങ്ങൾ ഈ പറയുന്ന കഥ സമ്മതിച്ചു തരാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കഥകൾ ഞാനാണ് ചെയ്തെന്ന ശൈലിയിൽ ഞാനങ്ങ് സമ്മതിച്ചു തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. നിങ്ങൾ എന്നെ എത്ര ദിവസം ഇവിടെ പിടിച്ചിരുത്തിയാലും ഞാനത് സമ്മതിക്കില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ മഞ്ജു ആന്റിയെ കൊന്നിട്ടില്ല. ഈ ക്രൈമിൽ എനിക്കൊരു പങ്കുമില്ല. സുമിത്ത് തീർത്തങ്ങനെ പറഞ്ഞപ്പോ അതുവരെ മസിൽ പിടിച്ചു നിന്ന മലയ്കുമാർ ദത്തയ്ക്ക് ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യുകയാണ്. കേസ് അന്വേഷിച്ചു തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ആദ്യമായിട്ടാണ് ഈ കേസുമായി കണക്ട് ചെയ്തുകൊണ്ട് ആശാവഹമായ എന്തെങ്കിലും മലയ്കുമാറിന് ലഭിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉള്ളിൽ ഭയമുള്ള ആളുകളാണ്. കേസുമായി എന്തെങ്കിലും കണക്ഷൻ ഉള്ള ആളുകളാണ് സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുക എന്നുള്ള ഒരു തോന്നലും മലയ്കുമാറിനുണ്ട്. പക്ഷെ അയാളുടെ തോന്നല് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് സുമിത്ത് ഇപ്പൊ സംസാരിക്കുന്നത്. സുമിത്ത് അത്രയും പറഞ്ഞതും ആ രാത്രി തന്നെ മലയ്കുമാർ സുമിത്തിനെ വീട്ടിൽ പോകാൻ അനുവദിച്ചു. പക്ഷേ പിറ്റെന്നും മലയ്കുമാർ സുമിത്തിനെ വിളിച്ചു വരുത്തി. അടുത്ത 2-3 ദിവസങ്ങൾ തുടർച്ചയായിട്ട് പകൽ സുമിത്തിനെ അവിടേക്ക് വിളിക്കും, രാത്രി ആകുമ്പോൾ വിടും. മലയ്കുമാറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും സുമിത്തിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ പറ്റുന്നില്ല. സുമിത്ത് അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. പോലീസിന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. സുമിത്ത് മാത്രമാണ് അവരുടെ കൈവശമുള്ള പിടിവള്ളി എന്ന് പറയുന്നത്. സുമിത്ത് അല്ലാതെ മഞ്ജുവിന്റെ കൊലപാതകവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന വേറെ ഒരാളെയും അവർക്ക് കിട്ടുന്നുമില്ല. ശരിക്കും പ്രഷർ പോലീസിന് മേൽ അനുഭവപ്പെട്ടു തുടങ്ങി. പത്രങ്ങളിൽ 1 ഹെഡിങ്ങുകൾ വരികയാണ്, പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. കൊല നടന്നിട്ട് 2 ആഴ്ചയായിട്ടും ഇതുവരെയായും പ്രതികളെ കുറിച്ചുള്ള ഒരു സൂചന പോലും പോലീസിന് കിട്ടിയിട്ടില്ല. ഇതെന്തോന്നു പോലീസ്, ഇതെന്തൊരു അന്വേഷണം CBIക്ക് വിടണം. പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരികയാണ്. ആക്ഷൻ ഫോറം രൂപീകരിക്കണമെന്ന് വരെ പറയുന്ന ആളുകളും പത്രങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് മറുപടി കൊടുക്കാൻ പോലീസിനോട്ട് പറ്റത്തുമില്ല. പോലീസിന് മുകളിൽ പ്രഷർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. മലയ്കുമാർ ദത്തയാണെങ്കിൽ ആകെ പെട്ടതുപോലെ ആയിരിക്കുകയാണ്. അയാളുടെ കുടുംബ വീട്ടിലേക്ക് പോയിട്ട് ഏകദേശം 4 മാസമായി. യഥാർത്ഥത്തിൽ ഈ കേസ് വരുന്നതിന് തൊട്ട് മുമ്പ് മലയ്കുമാർ ഒരു ലീവ് ആപ്ലിക്കേഷൻ തയ്യാറാക്കി വെച്ചതാണ്. കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോയി അച്ഛനും അമ്മയെ കൂടെ നിൽക്കണം. അച്ഛനെയും അമ്മയും കണ്ടിട്ട് കുറെ ദിവസമായല്ലോ എന്നൊക്കെ മലയ്കുമാർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊലപാതക കേസ് വരുന്നതും കമ്മീഷണർ ആ കേസിന്റെ അന്വേഷണ ചുമതല മലയ്കുമാറിന് കൊടുക്കുന്നത്. ഇപ്പോ അന്വേഷണം ഏറ്റെടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ശരിക്കും വിഷമത്തോടെ മലയ്കുമാർ ഉച്ചയായപ്പോ സ്റ്റേഷനിൽ നിന്നിറങ്ങി. സിവിൽ ഡ്രസ്സിലാണ്. അന്ന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ അയാൾക്ക് കൊടുക്കുന്ന ഒരാളെ കാണാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹൗറ സ്റ്റേഷൻ സമീപത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടേക്ക് പോകാനായിട്ടാണ് മലയ്കുമാർ ബൈക്കിൽ യാത്ര തുടങ്ങിയത്. അയാൾ അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാന്ന് കരുതി റോഡ് സൈഡിലുള്ള ഒരു കടയുടെ മുന്നിൽ ബൈക്ക് നിർത്തി ഭക്ഷണം ഓർഡർ ചെയ്തു. പച്ചക്കറിയും ചപ്പാത്തിയൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചു തുടങ്ങിയതും മലയ്കുമാറിന് പെട്ടെന്ന് വല്ലാതെ ദേഷ്യം വരികയാണ്. അയാൾ അടുത്തുനിന്ന് വെയിറ്ററോട് പറഞ്ഞു, ഇത് എന്തോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അങ്ങനെ വെയിറ്ററോട്
മലയകുമാർ തട്ടിക്കയറുന്ന കണ്ടതും ആ കടയുടെ ഉടമസ്ഥൻ മലയകുമാറിന്റെ അടുത്തേക്ക് വന്നു. സാർ, എന്താ സാർ പ്രശ്നം? താനാണോ ഈ കടയുടെ ഉടമ? അതെ സാർ. ഇടോ, കറി വെക്കാനായിട്ട് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ നല്ല പച്ചക്കറി വാങ്ങണമെന്ന് അറിയത്തില്ലേ? സാർ, അങ്ങനെ പറയരുത്. ഞങ്ങൾ നല്ല പച്ചക്കറിയെ വാങ്ങത്തുള്ളൂ. ഇടോ, താൻ എന്നോടാണോ പറയുന്നത്? മലയകുമാർ ദത്ത യഥാർത്ഥത്തിൽ ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മലയകുമാർ ശരിക്കും ദേഷ്യത്തോടു കൂടി ആ കടക്കാരനോട് പറഞ്ഞു, ഇടോ, നല്ല പച്ചക്കറി വാങ്ങാൻ അറിയില്ലെങ്കിൽ അക്കാര്യം പറയണം. പച്ചക്കറി മോശമായാൽ കറിയും മോശമാവും. ഇത് ശരിക്കും പഴക്കമുള്ള രുചിയില്ലാത്ത പച്ചക്കറിയാണ്. സർ, അങ്ങനെ പറയരുത്. സർ, ഈ പച്ചക്കറിയൊക്കെ കാനിങ് പോലെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. സാധാരണഗതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന വ്യക്തിയെ അല്ല മലയകുമാർ ദത്ത. അന്ന് പക്ഷെ പതിവിന് വിരുദ്ധമായി മലയകുമാർ അങ്ങ് ദേഷ്യപ്പെട്ടു പോയതാണ്. മാനേജർ മലയകുമാറിനോട് അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് സംസാരിച്ചപ്പോൾ മലയകുമാർ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി അവിടെ നിന്ന് ഇറങ്ങി. കൗണ്ടറിലെത്തി പണം കൊടുത്തിട്ട് ബൈക്കിന് നേരെ നടക്കുമ്പോൾ പെട്ടെന്ന് മലയകുമാർ അറിയാതെ നിന്നു പോവുകയാണ്. ഏകദേശം ബൈക്കിനടുത്ത് വരെ പോയ മലയകുമാർ ദത്ത പെട്ടെന്ന് തിരിച്ചോടി. അയാൾ കൗണ്ടറിനടുത്ത് ഓടിയെത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് അയാളുടെ ID കാർഡ് എടുത്ത് ആ ഉടമയെ കാണിച്ചു. ആ ID കാർഡിൽ വളരെ വ്യക്തമായിട്ട് മലയകുമാറിന്റെ മുഖവും അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിലെ ഡിറ്റക്റ്റീവ് മലയകുമാർ ദത്തയാണ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടതും ഉടമയുടെ ആ ഒരു ഭാവം മാറി. ഉടമ ശരിക്കും ഭവ്യതയോടു കൂടി മലയകുമാറിനോട് ചോദിച്ചു, സാർ എന്താ സാർ? നേരത്തെ നീ ആ പച്ചക്കറി കൊണ്ടുവരുന്ന സ്ഥലത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞല്ലോ, എവിടുന്നാ കൊണ്ടുവരുന്നത്? സാർ, അത് കാനിങ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്. അതെ, കാനിങ് നിന്ന് ആരാ പച്ചക്കറി കൊണ്ടുവന്നത്? സാർ, പലരും കൊണ്ടുവരാറുണ്ട്. ആ കൊണ്ടുവരുന്ന ആളുകൾ അറിയാവോ? സാർ, അവരുടെ വിവരങ്ങളൊക്കെ ഞാൻ ശേഖരിച്ച് രേഖപ്പെടുത്തി വെക്കാറുണ്ട്. ഓക്കെ, എനിക്ക് ആ മുഴുവൻ വിവരങ്ങൾ വേണം. സാർ, എല്ലാ സ്ഥലത്തുനിന്നുള്ളതും വേണോ? വേണ്ട, എനിക്ക് കാനിങ് എന്നുള്ളത് മാത്രം മതി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, നീ എല്ലാം ശേഖരിച്ചു വെക്ക്. അങ്ങനെ പറഞ്ഞിട്ട് മലയകുമാർ ഉടൻ തന്നെ കാളിഘട്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചു. കാളിഘട്ട് സ്റ്റേഷനിലെത്തിയ മലയകുമാർ ഉടൻ തന്നെ ഉഷയെ കാളിഘട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഉഷ മലയകുമാറിന്റെ മുന്നിൽ വന്നതും മലയകുമാർ ഉഷയോട് ചോദിച്ചു, ഉഷ ഏത് സ്ഥലത്ത് താമസിക്കുന്നത്? സാർ, ഞാൻ കാനിങ്ങിലാണ്. കാനിങ്ങില് ഉഷയ്ക്ക് ആരൊക്കെ ഉള്ളത്? സാർ, ഞാനിപ്പോ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ മകളും മരുമകനും വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ അവരെ വല്ലപ്പോഴേക്കേ കാണാറുള്ളൂ. അവസാനം എന്നാ കണ്ടത്? സാർ, ഒരു 6 മാസമെങ്കിലും ആവും ഞാൻ അവരെ കണ്ടിട്ട്. എന്താ മരുമകന്റെ പേര്? സാർ, അവന്റെ പേര് സുശീൽ എന്നാണ്. സുശീൽ എവിടെ താമസിക്കുന്നത്? സാർ, കാനിങ്ങിൽ തന്നെയാണ് സുശീൽ താമസിക്കുന്നത്. അഡ്രസ് കയ്യിലുണ്ടോ? ഉഷ ഉടൻ തന്നെ സുശീൽ കുമാറിന്റെ അഡ്രസ് കൊടുത്തു. ഉഷയുടെ കയ്യിൽ നിന്ന് അഡ്രസ് വാങ്ങിച്ച മലയകുമാർ ഉഷയെ നിരീക്ഷിക്കാനായി ഒരു പോലീസുകാരിയെ ചുമതലപ്പെടുത്തി. ഉഷയ്ക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടാണ് ആ പോലീസുകാരിയെ ഉഷയുടെ അടുത്ത് മലയകുമാർ ഇരുത്തുന്നത്. ഉഷയുടെ കയ്യിൽ നിന്ന് മരുമകൻ സുശീൽ കുമാറിന്റെ അഡ്രസ് കളക്ട് ചെയ്ത മലയകുമാർ ഉടൻ തന്നെ ഓഫീസറുടെ സഹായത്താൽ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു 8-അംഗ ടീമാണ്. 2 കാറിലായി ആ ടീം കാനിങ്ങിലേക്ക് തിരിച്ചു. കാനിങ്ങിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മലയകുമാർ കൊല്ലപ്പെട്ട മഞ്ജുവിന്റെ മകൾ മാലിനിയെ ഫോണിൽ വിളിച്ചു. മാലിനി, ഒരു കാര്യം അറിയാനാണ് ഞാൻ വിളിച്ചത്. നിങ്ങളുടെ അമ്മയ്ക്ക് ആരാ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നത്? സാർ, ഞാനാണ് വാങ്ങിച്ചു കൊടുക്കുക, വേറെ ആരും വാങ്ങിച്ചു കൊടുക്കില്ലേ? ഇല്ല സാർ, ഞാൻ മാത്രമേ പച്ചക്കറി വാങ്ങിക്കൂ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേക പച്ചക്കറികളെ വാങ്ങുക. അത് ശരി, അമ്മയ്ക്ക് വേണ്ടി അവസാനമായിട്ട് പച്ചക്കറി എപ്പോഴാണ് വാങ്ങിച്ചത്? സാർ, അമ്മ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ അവസാനമായി പച്ചക്കറി വാങ്ങിച്ചത്. സാർ, അത് മതിയാകും അമ്മയ്ക്ക്? ഓക്കെ മാലിനി, ഞാൻ പിന്നീട് വിളിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മലയകുമാർ ഫോൺ കട്ട് ചെയ്തു. മലയകുമാർ ഫോൺ കട്ട് ചെയ്തപ്പോ മാലിനി ആലോചിച്ചതും അതാണ്, ഇതെന്തിനാ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചത്? അന്ന് രാത്രി കൃത്യം 9 മണിക്ക് മലയകുമാറും ആ 8-അംഗ പോലീസ് ടീമും സുശീൽ കുമാറിന്റെ വസതിയിലെത്തി. സുശീൽ കുമാറിന്റെ വീടിന്റെ ബെല്ലിൽ മലയകുമാർ വിരലമർത്തി അല്പം കഴിഞ്ഞതും വാതിൽ തുറന്നു. വാതിൽ തുറന്നതും മലയകുമാർ സുശീലിനോട് പറഞ്ഞു, നീ അവരുടെ ബോഡിയിൽ നിന്നെടുത്ത ആഭരണങ്ങളും കൊല്ലാൻ ഉപയോഗിച്ച ഉപകരണവും കയ്യിലെടുത്തു. ഒരു തരത്തിലുമുള്ള ഉരുണ്ട് കളികളൊന്നും ഇല്ലാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മലൈ കാര്യം ഒന്ന് പറയുകയായിരുന്നു. മലയകുമാറിനെയും പുറകിൽ നിൽക്കുന്ന പോലീസ് സംഘത്തെയും കണ്ട സുശീൽ കുമാർ ഒന്നും മറച്ചു വെക്കാൻ തയ്യാറല്ലാതെ മലയിനോട് പറഞ്ഞു, സാർ, ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്, എന്റെ അങ്കിൾ കൂടിയുണ്ട്. അങ്കിളോ? അതെ സാർ, സ്വപൻ സർക്കാർ. അദ്ദേഹത്തിന്റെ വീട് ഇവിടെ അടുത്താണ്. ഏതാ, നമുക്ക് അങ്ങോട്ട് പോവാം. സാർ, അങ്കിൾ അവിടെ കാണില്ല. അതെന്താ? സാർ, അങ്കിള് ഒരുപാട് പേർക്ക് പണം കൊടുക്കാറുണ്ട്, അതുകൊണ്ട് അങ്കിള് വീട്ടിൽ അങ്ങനെ വരാറില്ല. പക്ഷെ അങ്കിള് ഒളിച്ചു കഴിയുന്ന സ്ഥലം എനിക്ക് അറിയാം സാർ, ഞാൻ അവിടെ കൊണ്ടുപോവാം.
അധികം ബുദ്ധിമുട്ടില്ലാതെ സുശീൽ ആ പോലീസ് സംഘത്തെ കൃത്യമായിട്ടും അയാളുടെ അമ്മാവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിച്ചു. അയാളുടെ അമ്മാവൻ ആൾ മിടുക്കരൊക്കെയാണ്. പലരിൽ നിന്നായിട്ട് പണം കടം വാങ്ങിക്കും, ഒരാൾക്ക് തിരിച്ചു കൊടുക്കില്ല. അമ്മാവന്റെ കടം കൂടിക്കൂടി വന്നപ്പോൾ അമ്മാവൻ പലപ്പോഴും വീട്ടിൽ നിന്ന് മുങ്ങും. സ്വപനെ കടം കൊടുത്തവരൊക്കെ വീട്ടിൽ വന്ന് സ്വപനെ കാത്തിരിക്കുമ്പോൾ സ്വപൻ ആ പരിസരത്തെ വരത്തില്ല. മുഴുവൻ കടക്കാരും പോയി കഴിഞ്ഞെന്ന് ഉറപ്പ് വരുമ്പോൾ ചിലപ്പോൾ രാത്രിയിൽ വീട്ടിൽ വന്ന് ഒന്ന് തല കാണിക്കും. അതാണ് സ്വപന്റെ രീതി. സ്വപൻ സർക്കാരിനെയും സുശീലിനെയും വാഹനത്തിലേക്ക് കയറ്റി കാനിങ്ങിൽ നിന്ന് കൽക്കത്തയിലേക്ക് തിരിക്കുമ്പോൾ മലയകുമാറിനോട് സുശീലും സ്വപനും കഥ പറഞ്ഞു തുടങ്ങി. മലൈ വളരെ ശ്രദ്ധിച്ച കഥ കേൾക്കുന്നത്. സുശീൽ കഴിഞ്ഞ കുറേ നാളുകളായി ആകെ പെട്ടു നിൽക്കുകയാണ്. അവന്റെ അച്ഛൻ മരിച്ചു, അമ്മ അസുഖബാധിതയാണ്. ഭാര്യയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ശൈലിയിൽ അയാൾ ആകെ കടക്കടിയിൽ പെട്ടു നിൽക്കുകയാണ്. എങ്ങനെയും കുറച്ച് പണം ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് സുശീൽ എത്തിയിട്ടുണ്ട്. അയാളുടെ ഭാര്യയുടെ അച്ഛനും മരിച്ചു, അമ്മയാണെങ്കിൽ വീട്ടുജോലി ചെയ്യുകയാണ് ഉഷ. അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടു പോകാനുള്ള വരുമാനമേ ഉള്ളൂ. കുറച്ച് പണം എവിടുന്നെങ്കിലും സംഘടിപ്പിക്കണം. അതിനെ പറ്റിയ ഒരാളെ അവന്റെ മനസ്സിൽ കണ്ടപ്പോഴാണ് അവൻ അവന്റെ അമ്മാവനായ സർക്കാരിന്റെ അടുത്ത് എത്തിയത്. അങ്കിൾ, ഞാനേ എൻ്റെ ഭാര്യയുടെ അമ്മ വർക്ക് ചെയ്യുന്ന ഫ്ലാറ്റിലൊരിക്കൽ പോയിരുന്നു. അവിടെ അനവധി ഫ്ലാറ്റുകളിൽ എൻ്റെ അമ്മയമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഫ്ലാറ്റിൽ ഒരു സ്ത്രീയുണ്ട്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അവരും അവരുടെ ഭർത്താവും ഗവൺമെന്റ് ജീവനക്കാരായിരുന്നു. അവരുടെ കയ്യിൽ ഒത്തിരി കാശുണ്ട്. അവരോട് കുറച്ച് കാശ് കടം ചോദിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സുശീൽ കുമാർ ഇത്രയും പറഞ്ഞതും സ്വപൻ സർക്കാർ മലയോട് പറഞ്ഞു, സർ ഇവൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാണ്, അവര് കാശ് കടം തരാൻ സാധ്യതയില്ല. സർ അങ്ങളത് പറഞ്ഞിരുന്നു. അത്രയും കേട്ടപ്പോ മലയകുമാർ സുശീലിനെയും സ്വപനെയും നോക്കിയിട്ട് അവരോട് ചോദിച്ചു, അപ്പോ കാശ് തരാതെ വന്നപ്പോ നിങ്ങള് മഞ്ജുവിനെ കൊന്നതാണല്ലേ? അല്ല, നിങ്ങൾ എങ്ങനെയാ കൊന്നത്? സർ, ഞങ്ങൾ രാവിലെ 9 മണിയായപ്പോ ആ ഫ്ലാറ്റിലെത്തി. നിങ്ങൾ ഫ്ലാറ്റിലെത്തുമ്പോൾ ഉഷ അവിടെ ഉണ്ടായിരുന്നു? ഇല്ല സർ, അമ്മ മറ്റു ഫ്ലാറ്റിലേക്ക് പോയിരുന്നു. നീ ബെല്ലടിച്ചുടൻ മഞ്ജു വാതിൽ തുറന്നു തന്നു? സർ, ബെല്ലടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഉഷയുടെ മരുമകനാണെന്ന്. ഉഷയുടെ മരുമകനാണെന്ന് കേട്ടതുകൊണ്ടാണ് മഞ്ജു ആന്റി വാതിൽ തുറന്നത്. മഞ്ജു ആന്റി വാതിൽ തുറന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിരുന്ന പച്ചക്കറി ബാഗ് മഞ്ജു ആന്റി കാണിച്ചു. ആന്റി, ഞാൻ കൽക്കത്തയിലേക്ക് വന്നതാണ്, അപ്പോൾ കുറച്ച് പച്ചക്കറി ആന്റിക്ക് തരാമെന്ന് കരുതി. പച്ചക്കറിയുമായി ഞാൻ വന്നത് കണ്ടപ്പോൾ ആന്റി വാതിൽ തുറന്ന് ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു. പച്ചക്കറിയൊക്കെ കണ്ടപ്പോൾ ആന്റിക്ക് സന്തോഷം. ഞാൻ തന്നെയാണ് പച്ചക്കറി കൊണ്ടുവന്ന് അവിടെ അടുക്കളയിൽ വെച്ചത്. ഞാൻ പച്ചക്കറി അടുക്കളയിൽ കൊണ്ടുവയ്ക്കുന്ന കണ്ടതും ആന്റി ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കി തരാം. കാനിങ്ങിൽ നിന്ന് അതിരാവിലെ തിരിച്ച ആളുകളായതുകൊണ്ടും ഉഷയുടെ മരുമകനായതുകൊണ്ടുമാണ് മഞ്ജു അങ്ങനെ പറഞ്ഞത്. മഞ്ജു ചായ ഉണ്ടാക്കി. സുശീലും സ്വപൻ സർക്കാരും ഒന്നിച്ച് ആ ടേബിളിന്റെ അടുത്തിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ സുശീൽ അവന്റെ ആവശ്യം മഞ്ജുവിനോട് പറഞ്ഞു. പണം കടം വാങ്ങാനായിട്ടാണ് സുശീൽ അവിടെ എത്തിയതെന്ന് കേട്ടപ്പോ മഞ്ജു സുശീലിനോട് ചോദിച്ചു, ഈ കാര്യം ഉഷയ്ക്ക് അറിയാമോ? ഇല്ല, അമ്മയ്ക്ക് അറിയത്തില്ല. ഉഷ അറിയാത്ത കാര്യത്തിനാണ് സുശീൽ അവിടെ എത്തിയതെന്ന് കേട്ടതും മഞ്ജു സുശീലിനോട് പറഞ്ഞു, നോക്ക് സുശീൽ, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. എൻ്റെ ഉണ്ടായിരുന്ന പണം എൻ്റെ മകൾക്ക് ഞാൻ കൊടുത്തായിരുന്നു. ഇപ്പോ അത്യാവശ്യ ചെലവിനുള്ള കാശ് മാത്രമാണ് എൻ്റെ കയ്യിൽ മാസം തോറും പെൻഷനായി കിട്ടുക. എന്നിൽ ഒരു രൂപയില്ല. മഞ്ജു അങ്ങനെ പറഞ്ഞുകൊണ്ട് എണീറ്റപ്പോഴാണ് സ്വപനും എണീറ്റത്. സ്വപൻ മഞ്ജുവിന്റെ കൈ കയറി പിടിച്ചു. മഞ്ജുവിനെ കൈ പിടിച്ചതും മഞ്ജു അലറാനായി ശ്രമിച്ചതാണ്. ആ സമയത്ത് ആ മേശപ്പുറത്ത് കിടന്ന തുണിയെടുത്ത് മഞ്ജുവിന്റെ വായിലോട്ട് കുത്തിവെച്ചത് സുശീലാണ്. മഞ്ജുവിന്റെ വായിലേക്ക് സുശീൽ തുണി കുത്തി കയറ്റിയതും മഞ്ജുവിന്റെ കൈ പിടിച്ചു വെച്ചിട്ട് സ്വപൻ മഞ്ജുവിന്റെ കഴുത്തിലെ ആ മാല വലിച്ചു പൊട്ടിച്ചു. ആ സമയത്ത് അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് സുശീൽ മഞ്ജുവിന്റെ കഴുത്തിൽ ഒരൊറ്റ വാര. മഞ്ജുവിന് സുശീലിനെ പരിചയമുള്ളത് കൊണ്ടാണ് മഞ്ജുവിനെ കൊല്ലാൻ ആ നിമിഷത്തിൽ സുശീൽ തീരുമാനിച്ചത്. കഴുത്തിൽ കത്തി കൊണ്ട് വലിച്ച സുശീൽ കത്തി അവിടുന്ന് വലിച്ചൂരി വയറിലേക്ക് കുത്തി ഇറക്കി കത്തി വലിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ പുറത്തേക്ക് വന്നത്. വളരെ വ്യക്തമായിട്ടും എന്താണ് സംഭവിച്ചതെന്ന് സുശീലും അതുപോലെ സർക്കാരും മലയകുമാറിനോടും മറ്റു പോലീസുകാരോടും പറയുകയാണ്. ലാൽ ബസാറിൽ അവരെത്തുമ്പോൾ ഒരു ചോദ്യം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. നിങ്ങൾ ആ അലമാര തുറക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല അല്ലേ? സർ, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. അവിടെയുള്ള ആയുധങ്ങളൊക്കെ ഞങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചതാണ്. പക്ഷേ തുറക്കാൻ പറ്റിയില്ല.
ഗോദ്റേജിന്റെ ഒരു അടിപൊളി അലമാരയായിരുന്നു അവിടെ ഇരുന്നത്. ആ അലമാര കുത്തി തുറക്കാൻ സർക്കാരും അതുപോലെ സുശീലും കാര്യമായ ഒരു പരിശ്രമം തന്നെ നടത്തിയതാണ്. അവര് ആ അലമാര തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ആരോ ബെല്ലടിച്ചത്. ആനന്ദ് ബസാർ പത്രികയും ടെലഗ്രാഫ് പത്രവും കൂടി വിൽക്കാൻ വന്ന ആ ചെറുപ്പക്കാരനാണ് ആ സമയത്ത് ബെല്ലടിച്ചത്. ആരോ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഫ്ലാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് മഞ്ജുവിന്റെ കയ്യിൽ വളയൊക്കെ അഴിച്ചെടുത്തിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് പരിശോധിച്ച് കിട്ടാവുന്നതൊക്കെ പിറക്കി അവർ രണ്ടുപേരും സ്ഥലം വിട്ടത്. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പോലീസ് കേസ് കോടതിയിലെത്തിച്ചു. സ്വാഭാവികമായിട്ട് കേസിന്റെ വിചാരണ പല ഘട്ടങ്ങളിലൂടെ കടന്ന് 2017 ആയപ്പോഴാണ് വിധി വരുന്നത്. രണ്ടുപേർക്കും ജീവപര്യന്തമാണ് കോടതി വിധിച്ചത്. ഇവിടെ മഞ്ജു ഘോഷാലിന് തന്റെ ജീവൻ നഷ്ടമായത് അവർക്ക് പരിചയമുള്ള വ്യക്തിയാണ് എന്നതുകൊണ്ട് മാത്രമാണ്. പരിചയമുള്ള വ്യക്തികൾക്ക് നമ്മൾ എല്ലാവരും വാതിൽ തുറന്നു കൊടുക്കാറുണ്ട്. പക്ഷേ പരിചയമുള്ള വ്യക്തികൾ മരണവുമായാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ ഇനി എങ്ങനെയാ ഇതുപോലെ പരിചയക്കാർക്ക് വാതിൽ തുറന്നു കൊടുക്കുക? കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എം ലൈഫിൽ നിന്ന് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.